അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. نحمدك يا من أوضحت لنا سبل الهداية وأصحت عن بصائرنا غشاوة الغوايا، ونصلي ونسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وهو سراجا منيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചത്തിൻ്റെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിക്കുന്ന യഥാർത്ഥ അള്ളാഹുവിൻ്റെ അടിമകളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊരു മുഹറം മാസത്തിൽ പുതിയൊരു വർഷത്തിലേക്ക്, ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക ജീവിതം നയിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കേറെ ആവേശവും പ്രചോദനവും നൽകുന്ന എത്രയോ സംഭവങ്ങളും ചരിത്രങ്ങളുമാണ് മുൻഗാമികളായ പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ അവരെ അനുഗമിച്ചുകൊണ്ട് അവരോട് ചേർന്ന് നിന്ന പ്രിയപ്പെട്ട അസ്ഹാബുകളുടെയും ഒക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവാചകന്മാർ കേൾക്കേണ്ടി വന്ന ത്യാഗ നിർഭരമായ അവസ്ഥകളും അവർ സ്വന്തം നാട് വിട്ട് മറ്റു നാടുകളിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യവും അവരോട് ചേർന്ന് നിന്നതിൻ്റെ പേരിൽ, വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ അവരുടെ അസ്ഹാബുകൾ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളുമൊക്കെ ധാരാളം നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ധാരാളം പീഡനങ്ങളും ധാരാളം ത്യാഗങ്ങളുമൊക്കെ വായിക്കുകയും
അതൊക്കെ ഓർക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ വിശ്വാസികളെന്ന നിലക്ക് നമുക്കതൊക്കെ ഏറെ ഊർജവും അതുപോലെ തന്നെ ആവേശവും നമ്മുടെ ജീവിതത്തിൽ ഈമാൻ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ കരുത്തും നൽകുന്നതാണ്. ഇത്തരത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ ഒരു ഏടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഹിജ്റയും അതിനോടനുബന്ധിച്ച് നടന്ന സംഭവ വികാസങ്ങളും. വികാരനിർഭരമായ ധാരാളം കാര്യങ്ങൾ, രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുള്ള വളരെ വലിയ ത്യാഗസമ്പൂർണമായ പ്രവാചകൻ്റെയും സഹാബത്തിൻ്റെയും യാത്രയാണ് ഹിജ്റ എന്ന പേരിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. എങ്ങനെയായിരുന്നു പ്രവാചകൻ്റെ ഹിജ്റ? മക്കയിൽ ജനിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രിയപ്പെട്ടവനായി അവിടെ ജീവിക്കുകയും ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്ന സാഹചര്യങ്ങളിൽ അതിനോട് അരിശം പൂണ്ട അവിടുത്തെ ജനങ്ങൾ പ്രവാചകനെയും സഹാബത്തിനെയും ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ആ മക്കയുടെ പ്രയാസകരമായ ഘട്ടങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി മദീനയുടെ ശാന്തമായ തീരത്തേക്ക് യാത്ര ചെയ്ത ആ ഒരു യാത്രയാണ് ഇസ്ലാമിക ഭാഷയിൽ അതുപോലെ തന്നെ ഇസ്ലാമിൽ ഹിജ്റ എന്ന പേരിൽ നമ്മൾ പറയുന്നത്. മണൽക്കുന്നുകളെ വകഞ്ഞുമാറ്റി ചൂടും വെയിലുമെല്ലാം സഹിച്ച് കിലോമീറ്ററുകളോളം നീണ്ടുനിന്ന, ദിവസങ്ങളോളം രാവും പകലും കഷ്ടപ്പെട്ട് നടത്തിയ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രയാസകരമായ യാത്രയാണ് പ്രവാചകൻ്റെ ഹിജ്റ. ആ ഹിജ്റയുമായി ബന്ധപ്പെട്ടാണ് ഹിജ്റ വർഷത്തിൻ്റെ 1-ാമത്തെ മാസമായി മുഹറത്തെ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ മഹാനായ പണ്ഡിതന്മാരുടെ ആവശ്യപ്രകാരം, അതുപോലെ വിവിധ രാജ്യങ്ങളിലെ ആളുകളുടെ ആവശ്യപ്രകാരം ഉമർ റളിയല്ലാഹു അൻഹുവും കൂടെയുള്ളവരും കൂടിയാലോചിച്ച് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർമ്മിക്കേണ്ട, നമ്മൾ ഓർത്തു വെക്കേണ്ട, നമ്മുടെ ജീവിതത്തിന് ഒരു വിളക്കുമാടമായി നമ്മളെ നയിക്കേണ്ട ഒട്ടനവധി സംഭവങ്ങൾ വിശാലമായ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന, പറയാൻ സാധിക്കുന്ന ഒരു വിഷയത്തിൽ നമുക്കുണ്ട് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഖുതുബയിലെ വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അത്തരത്തിലുള്ള വലിയൊരു ഹിജ്റയുടെ നാൾ വഴികളിലെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹിജ്റയുടെ ചരിത്ര വഴികളിലൂടെ, ഹിജ്റയുടെ നാൾ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ എത്രയെത്ര വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹിജ്റ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം ലുഗവിയായിട്ട് അതിനെ മനസ്സിലാക്കേണ്ടത് നമുക്ക് കാണാം, വെടിയുക, ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ കൈയൊഴിച്ച് കളയുക. ഇതിനെയൊക്കെയാണ് ഹിജ്റ എന്ന പദത്തിൻ്റെ ഭാഷാപരമായ ലുഗവിയായ അർത്ഥം. എന്നാൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാം പറഞ്ഞു വന്നിട്ടുള്ള ആ പ്രയാസകരമായ യാത്രയാണ് ഹിജ്റ. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഒരു ഭൂമികയിൽ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിക്കാൻ പറ്റാത്ത ഒരു സന്ദർഭത്തിൽ, ആ നിർബന്ധിത സാഹചര്യത്തിൽ ആ നാട്ടിൽ നിന്ന് ദേശപരിത്യാഗം ചെയ്തുകൊണ്ട് മറ്റൊരു ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിലേക്ക്, ഒരു ഭൂമികയിലേക്ക് യാത്ര ചെയ്യുന്ന ആ ഒരു പ്രക്രിയ, അതാണ് യഥാർത്ഥത്തിൽ ഹിജ്റ. നമ്മുടെ ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ട അനവധി ഗുണപാഠങ്ങളും സന്ദേശങ്ങളും നൽകുന്ന പ്രവാചകൻ്റെയും സഹാബത്തിൻ്റെയും മദീനയിലേക്കുള്ള ഹിജ്റ പരിശോധിക്കുമ്പോൾ അതിലേറ്റവും വലിയ പാഠമെന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ മാർഗത്തിൽ, ദീനിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ പാർശ്വത്തിൽ മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താങ്ങായി നിന്ന അനുചരന്മാരും പ്രവാചകനും അനുഭവിക്കേണ്ടി വന്ന ത്യാഗവും പ്രയാസങ്ങളും നമുക്ക് വലിയ പാഠമാണ്. വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടിയിട്ടുള്ള വേദന നിറഞ്ഞ യാത്ര. പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞത് യുഖ്രിജൂന റസൂല വഇയ്യാകും അൻ തുഅ്മിനൂ ബില്ലാഹി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചതിൻ്റെ പേരിലാണ് പ്രവാചകനും സഹാബത്തിനും അവരേറെ ഇഷ്ടപ്പെട്ട നാട്ടിൽ നിന്ന് സങ്കടത്തോടുകൂടി യാത്ര പോകേണ്ടി വന്നിട്ടുള്ളത്. മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കൊക്കെ അത്തരം യാത്രയുണ്ട്. മത്സ്യത്തിൻ്റെ വയറ്റിലേക്ക് യാത്ര ചെയ്ത പ്രവാചകനുണ്ട്. സ്വന്തം നാട്ടിൽ നിന്ന് ആടുകൾ ആട്ടിയോട്ടിച്ച പ്രവാചകന്മാരുണ്ട്. അതുപോലെ തന്നെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും അതുപോലെ തന്നെ സ്വന്തം പിതാവ് വരെ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ട് അവിടെ നിന്ന് യാത്ര പോകേണ്ടി വന്ന പ്രവാചകന്മാരുണ്ട്. ഇങ്ങനെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ നോക്കിയാൽ നൂഹ് നബി തുടങ്ങി ഇങ്ങോട്ട് ഇബ്രാഹിം നബിയും ഷുഐബ് നബിയും യൂനുസ് നബിയും
ഇങ്ങനെയുള്ള പ്രവാചകന്മാരൊക്കെ ഹിജറ ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ പരിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്, അവരൊക്കെ അവരുടെ നാട്ടിൽ നിന്ന് ലനുഖ്രിജന്ന തുരത്തി ഓട്ടിച്ചിട്ടുണ്ട് അവിടുത്തെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്ന് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു സാഹചര്യമായിരുന്നു പ്രവാചകൻ്റെ കാലത്തും ഉണ്ടായിരുന്നത്. അവർ നാട് വെറുത്തിട്ടോ നാടിഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹീ വന്നു. 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ ചരിത്രം നമുക്കറിയുന്നതാണ്. പ്രവാചകൻ ഭയവിഹ്വലനായി ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു, ആശ്വസിപ്പിക്കുന്നു, താങ്കളെ അള്ളാഹു കൈവിടുകയില്ല എന്ന് പറയുന്നു. അവർ രണ്ടുപേരും ജൂതവണ്ണിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്താണ് ഈ സംഭവമെന്ന് അവർ ആരായുന്നു. അവിടുന്ന് പറയുന്ന മറുപടിയുണ്ട്. എന്താണ് ഇത്? മുൻ വേദങ്ങളിൽ പറയപ്പെട്ട അഹമ്മദ് എന്ന് പറഞ്ഞ പ്രവാചകനാണ് അങ്ങ് എന്നും താങ്കളെ ഈ സമൂഹം കുറ്റപ്പെടുത്തുമെന്നും വേദനിപ്പിക്കുമെന്നും സ്വന്തം പ്രിയപ്പെട്ട കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്നും ഒക്കെ പറയുമ്പോൾ പ്രവാചകൻ അതൊന്നും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. കാരണം എന്നെ ഏറെ പ്രിയപ്പെട്ടവനായി അല്ലമീനായി കൊണ്ടു നടന്ന ഈ സമൂഹം, എൻ്റെ കുടുംബം എന്നെ പുറത്താക്കുകയോ എന്നെ ആക്രമിക്കുകയോ എന്ന ചോദ്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നത്. ചരിത്രത്തിൻ്റെ താളുകളിൽ പിന്നീട് അങ്ങനെ സംഭവിക്കുകയായിരുന്നു. പ്രവാചകനെ ആ നാട്ടിൽ അവർ ആക്രമിച്ചു. പ്രവാചകനോടുള്ള വെറുപ്പായിരുന്നില്ല, ഇസ്ലാമിനോടുള്ള ശത്രുതയും ഇസ്ലാമിക പ്രചരണത്തിലുള്ള ഭയവുമായിരുന്നു അവരെ പേടിപ്പിച്ചിരുന്നത്. അങ്ങനെ പ്രവാചകനെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കി. വല്ലദീന തബവ്വദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം. അങ്ങനെ ആ പ്രവാചകനും സഹാബത്തും മദീനയുടെ ശാതുല തീരത്തേക്കുള്ള യാത്രയിൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ മദീനയുടെ വാതിൽ തുറന്നുകൊണ്ട് അൻസാരികൾ കാത്തു നിൽക്കുകയായിരുന്നു. പ്രവാചകനെ അവർ നെഞ്ചോട് ചേർത്തു പിടിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് ചെല്ലുകയാണ്. അവരുടെ മുഹാജിറുകളുടെ അഥവാ പ്രവാചകനൊപ്പമുള്ളവരുടെ വരവിന് മുമ്പായി വാസസ്ഥലവും വിശ്വാസവും സ്വീകരിച്ചവരെ കുറിച്ചാണ് ഖുർആനിൽ അള്ളാഹു എടുത്തു പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, എന്താണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഏതൊരു സാഹചര്യത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതുപോലെ അവിടെ ജീവിച്ചിരുന്നുവെങ്കിൽ ഏറ്റവും സുന്ദരനായ, ഏറ്റവും മനോഹരമായി ആ നാട്ടിൽ ജീവിക്കാമായിരുന്നു. എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടിയും എല്ലാ നേതൃത്വത്തോടുകൂടിയും അവിടെ ജീവിക്കാമായിരുന്നു. പക്ഷേ പ്രവാചകൻ പറഞ്ഞ തെറ്റെന്താണ്? അവരുടെ കണ്ണിൽ പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചു എന്ന ഒറ്റ കാരണത്തിലാണ് അവർ ആ നാട്ടിൽ നിന്ന് അവരുടെ പ്രിയപ്പെട്ട പ്രവാചകനെ പുറത്താക്കുകയും പ്രവാചകൻ അവരുടെ ജീവിതത്തിലെ വലിയ ശത്രുവായി അവർ കാണുന്നതും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈമാൻ കൈവിടാതെ കാത്തു സൂക്ഷിക്കുക എന്ന നമ്മുടെ ബാധ്യതയാണ് എന്ന പാഠമാണ് ഒന്നാമതായി ഓരോ മുഹറവും നമ്മളോട് വിളിച്ചു പറയുന്നത്. നമ്മളുടെ ഈമാൻ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലും കൈവിട്ട് കളയരുതേ എന്ന സന്ദേശം. ഇവിടെ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ബാധ്യതയാണത്. ചെറിയ ചെറിയ നിസാരമായ കാര്യങ്ങളുടെ പേരിൽ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. എത്രയെത്ര കഷ്ടപ്പാടുകളാണ്, എത്രയെത്ര പ്രയാസങ്ങളാണ് ആ സഹാബത്തിന് അനുഭവിക്കേണ്ടി വന്നത്. സ്വന്തം വീട് അവർക്ക് നഷ്ടപ്പെട്ടു, സ്വന്തം കുടുംബം അവർക്ക് നഷ്ടപ്പെട്ടു, സ്വന്തം മക്കളവരെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന അബൂസലമയെ പോലെയുള്ള സഹാബിമാരെ ഹിജ്റയുടെ ചരിത്രത്തിൽ നമുക്ക് വ്യക്തമായി കാണാം. എത്ര സഹാബത്തിന് അംഗവൈകല്യങ്ങളുണ്ടായി, എത്ര സഹാബത്തിൻ്റെ കാലുകൾ വിച്ഛേദിക്കപ്പെട്ടു, എത്ര സഹാബത്തിൻ്റെ കൈകൾ വിച്ഛേദിക്കപ്പെട്ടു, എത്ര സഹാബത്തിൻ്റെ ശരീരത്തുകളിൽ ധാരാളം മുറിവുകളുമായിട്ടാണ് മദീനയിലേക്ക് അവർ ചെല്ലുന്നത്. ഇങ്ങനെ എത്രയെത്ര പീഡനങ്ങൾ, എത്രയെത്ര യാതനകൾ അനുഭവിച്ചുകൊണ്ട് കടന്നു ചെന്ന സഹാബത്തിനെ നമ്മൾ കാണുമ്പോൾ എന്തിൻ്റെ പേരിലായിരുന്നു? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൻ്റെ പേരിൽ, അള്ളാഹുവും അവൻ്റെ റസൂലും അവർക്ക് പ്രിയപ്പെട്ടതായതിൻ്റെ പേരിലല്ലേ ഈ പീഡനങ്ങളും യാതനകളും എല്ലാം അവർ അനുഭവിച്ചത്? ഈമാൻ നിലനിർത്താൻ വേണ്ടി ഏത് ത്യാഗവും സഹിക്കാൻ തയ്യാറായ സഹാബത്ത് നമ്മൾക്ക് മുന്നിൽ വലിയ പാഠം നൽകിയിട്ടാണ് കടന്നുപോയത്. നിസ്സാരമായ കാര്യം, ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ഈമാൻ നമ്മൾ നഷ്ടപ്പെടുത്തും, അല്ലേ? നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഈമാൻ നഷ്ടപ്പെടുത്തും. ഭാര്യ ഹറാമായ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാൻ നമ്മൾ നഷ്ടപ്പെടുത്തും. ഭർത്താവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈമാൻ നമ്മൾ നഷ്ടപ്പെടുത്തും. ഭൗതികമായ സുഖങ്ങൾക്കും ലാക്കുകൾക്കും വേണ്ടി നമ്മളുടെ ഈമാനെ നമ്മൾ തകർത്ത് കളയും. അവിടെ നമ്മൾ ചിന്തിക്കണം, ജീവൻ പോലും നഷ്ടപ്പെട്ടാലും ഈമാൻ വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ സഹാബത്തിൻ്റെ പാഠം നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കഴിയണം. ഈമാൻ നഷ്ടപ്പെട്ടാൽ പിന്നെ ഇതെല്ലാം കൊണ്ട് എന്താ കാര്യം? ഭാര്യയെ കൊണ്ടെന്താ കാര്യം? ഭർത്താവിനെ കൊണ്ടെന്താ കാര്യം? കുടുംബത്തെ കൊണ്ടെന്താ കാര്യം? ഈമാനില്ലാത്തൊരു മനുഷ്യൻ്റെ റൂഹ് പിന്നെ എന്തിനാണ്? എന്ത് പ്രയോജനമാണ്? എന്ത് ഗുണമാണ് അവന് കിട്ടുക? അവൻ്റെ ഖബർ ഭയാനകമല്ലേ?
അതിനുശേഷമുള്ള മഹ്ശറയിലേക്കുള്ള യാത്രയും ഉയർത്തെഴുന്നേൽപ്പും എത്രമാത്രം ഭീതിജനകമാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. മഹ്ശറയിലുള്ള നിൽപ്പും റബ്ബിന്റെ മുന്നിൽ പഞ്ചപുച്ഛ മടക്കി ഈമാനില്ലാത്തവന്റെ നിൽപ്പിനെ കുറിച്ചും മുഖം കരിവാളിച്ചും തലകുനിച്ചും നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? പിന്നീട് അവൻ പോകുന്ന നരകവും ഭയാനകരമായ അറാഫിന്റെ അവസ്ഥകളുമൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? സുറാത്ത് പാലത്തിലെയും അവന്റെ കിതാബുകൾ നൽകപ്പെടുന്നതിൻ്റെയും ഭയാനകരമായ അവസ്ഥ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവന്റെ ഈമാൻ ദുർബലപ്പെട്ടു പോയാൽ അവന്റെ പിന്നീടുള്ള ജീവിതമേ പരാജയമാണ്. അതുകൊണ്ട് ഈമാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനം ഈമാനാണ്. അത് നഷ്ടപ്പെടുന്ന ഒരു കാര്യവും ഈ ദുനിയവിയായ ജീവിതത്തിൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകരുതെന്ന ഏറ്റവും വലിയ പാഠമാണ് സഹോദരങ്ങളെ ഇവിടെ നൽകുന്നത്. കള്ളക്കറാമത്ത് കഥകൾ പറഞ്ഞും ഭൗതികമായ ആത്മീയമായ തട്ടിപ്പ് നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര ആളുകളുടെ വിശ്വാസമാണ് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൗതികമായി പണത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിലൊക്കെ ആർക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു മെയിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ചാനൽ തുടങ്ങാം, പണ്ഡിത പുരോഹിതന്മാർ വരെ, എന്നിട്ട് അതിലിങ്ങനെ രാവിലും പകലും മജ്ലിസുകളെന്നും പറഞ്ഞ് ദിക്ർ മജ്ലിസും അങ്ങനെ പ്രാർത്ഥന തീരമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ ചാനൽ തുടങ്ങി എത്ര ആളുകളുടെ ഈമാനാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ പ്രൗഢിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഫെയിമിന് വേണ്ടിയും ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈമാൻ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവുക എന്ന വളരെ ഗൗരവകരമായ ഒരു വിഷയം ഈ ഹിജ്റയിലൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ ഒരു ഹിജ്റ അവർ നടത്തി എന്നത് അള്ളാഹുവിൻ്റെ അനുമതി ലഭിച്ചപ്പോൾ പ്രവാചകനും സഹാബത്തും അവിടെ നിന്ന് യാത്ര പോകേണ്ടി വന്ന അതുവരെ പീഡനങ്ങളെല്ലാം സഹിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ അതിർത്തിയിലേക്ക് പോയി നിന്ന് ആസ്വറ എന്ന കുന്നിൻ്റെ മുകളിൽ കയറി മക്കയെ നോക്കി പറയുന്ന വാക്കുണ്ട്, അഹബ്ബുൽ അർദി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് നീ, എനിക്ക് ഈ നാടിനെ ഇഷ്ടമാണ്. മാ ഖറജ്തു മിൻകി, എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പോകുന്നത്. പ്രവാചകൻ്റെ കച്ചവടാവശ്യം അല്ല പോയത്. പ്രവാചകന് മദീനയിൽ പോയി ഏതെങ്കിലും ബിസിനസ് നടത്താൻ പോയതല്ല, മദീനയിൽ പോയി ഒരു വിവാഹം കഴിക്കാൻ പോയതല്ല, മറ്റു ഭൗതികമായ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. മുസ്ലിമായി ജീവിക്കാനുള്ള അനുവാദം നൽകാതെ പീഡിപ്പിച്ചപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ, നിർബന്ധ സാഹചര്യത്തിലാണ് പ്രവാചകൻ അങ്ങോട്ട് പോയത്. അതൊരു പാഷൻ്റെ പേരിലായിരുന്നില്ല, ഒരു അമിതത്വം കാരണമായിരുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുണ്ട് ആളുകൾ, അമിതത്വം കാണിച്ചുകൊണ്ട് ഇവിടെ മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇവിടുത്തെ ബാധ്യതകൾ മറന്നുകൊണ്ട് മറ്റു നാടുകളിലേക്ക് പോകണമെന്നൊക്കെ പറയുന്ന ആളുകൾ, അതൊരിക്കലും ഇസ്ലാമികമല്ല എന്നതുകൂടി നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അത്തരമൊരു ഹിജ്റ ചെയ്യേണ്ട പ്രവാചകനും സഹാബത്തും ചെയ്തതുപോലെയുള്ളൊരു ഹിജ്റ ചെയ്യേണ്ട സാഹചര്യം ഇന്ന് ഈ ഇന്ത്യ, നമ്മളിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് വന്ന് ഖുതുബ നിർവഹിക്കാൻ, ഖുതുബ കേൾക്കാൻ, നമസ്കരിക്കാൻ, 5 നേരം പള്ളിയിൽ വരാൻ, നമ്മുടെ നാട്ടിൽ കച്ചവടം ചെയ്യാൻ, സമൂഹവുമായി ഒത്ത് സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവുമുള്ള ഒരു നാട്ടിലാണ് നമ്മളിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബാധ്യതയുണ്ട്. നമ്മുടെ സമൂഹത്തോട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാനും ഇവിടുത്തെ ഭരണഘടന അനുവാദം നൽകുന്നത് പോലെ ഇസ്ലാമിക ദഅവത്തുമായി മുന്നോട്ട് പോകാനും നമുക്ക് കഴിയണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ ഒരിക്കലും ഉള്ള സഹോദരങ്ങളെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത്. നോക്കൂ, മഹാരഥന്മാരായ പ്രവാചകന്മാരും അവരുടെ അനുയായികളും ഈ ഈമാൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളിൽ ഒരിക്കലും മാറ്റിവെക്കാത്ത ചരിത്രമാണ് ആസിയ ബീവിയുടെ ചരിത്രം. അല്ലെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താണ്? ഖുർആൻ ആ സ്ത്രീയെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, ഫിർഔന്റെ പത്നിയെക്കുറിച്ച് ഉദാഹരിച്ചുകൊണ്ട് ലോകത്തുള്ള വിശ്വാസികൾക്ക് അള്ളാഹു വിശദീകരിച്ച് നൽകുകയാണ്. ഇത് ഖാലത്ത് റബ്ബി ബിലി ഹിൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഈ അക്രമികളായ ജനതയും ഫിർഔന്റെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ നീ എനിക്കൊരു ഭവനം നൽകണേ എന്ന് എല്ലാ സുഖസൗകര്യങ്ങളോടുകൂടിയും ഒരു കൊട്ടാരത്തിൽ ജീവിച്ച മഹതിയായ ആ ആസിയ ബീവി കൊട്ടാര ജീവിതവും എല്ലാ സുഖങ്ങളും രാജകീയ ജീവിതവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദീനനുസരിച്ച് ജീവിക്കാൻ, ഈമാൻ കൈവിടാതിരിക്കാൻ, അതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ ചരിത്രം നമുക്ക് കാണാം. എന്താ ചെയ്തത്? അല്ലെ, ഗുഹ്യഭാഗങ്ങളിലേക്ക് ഇരുമ്പിൻ്റെ ആണിയടിച്ചുകൊണ്ട് കൊലപ്പെടുത്തി എന്നതാണ് ചരിത്രത്തിൽ. മർമ്മഭാഗങ്ങളിൽ ആണിയടിച്ച് പ്രയാസപ്പെടുത്തിക്കൊണ്ടാണ് അല്ലേ ആ സ്ത്രീ ആ പീഡനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി, ആ മഹിത ആ പീഡനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ദഅവത്തിൽ വിശ്വസിച്ച മായാജാലക്കാർ സൂറത്ത് ത്വാഹയിലൊക്കെ വിശദീകരിക്കുന്ന ആ ഭാഗങ്ങളിൽ നമുക്ക് കാണാം.
വിശദമായ ചരിത്രമാണ്. ഫിറഔന്റെ കൊട്ടാരത്തിലെ ആ മായാജാലക്കാർ മഹാനായ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കുന്ന രംഗം. ഫഉൽഖിയ സഖറത്തു സുജ്ജദൻ ഖാലു ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസ. മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് ലോകത്തിന്റെ രക്ഷിതാവെന്ന് പറഞ്ഞ ധിക്കാരിയായ ഫിറഔൻ അവരുടെ നേരെ തിരിയുന്നുണ്ട്. ലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫിൻ ലഉസല്ലിബന്നകും മിനൽ ജുദുഇൻ നഖൽ. ഈത്തപ്പനത്തടിയിൽ നിങ്ങളെ പച്ചയായി കൈകൾ കെട്ടി അതിലെ കാണിയടിച്ച് ബന്ധിക്കും എന്ന ഭീഷണിയും അത് ചെയ്യുകയുമായിരുന്നു അവൻ. ഖാലാമന്തും ലഹു ഖബല അൻ ആദന ലക്കും. എൻ്റെ അനുവാദമില്ലാതെ നിങ്ങൾ മൂസയുടെ റബ്ബിൽ വിശ്വസിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇല്ലേ അവരെ അങ്ങനെ പ്രയാസപ്പെടുത്തിയില്ലേ, അങ്ങനെ കൊല ചെയ്തില്ലേ, ചുട്ടുപൊള്ളുന്ന എണ്ണയിലേക്ക് ഇട്ടുകൊണ്ട് കരിച്ചു കൊന്നില്ലേ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഫിറഔൻ. എന്നിട്ടും അവരതിൽ നിന്ന് പിന്മാറിയോ? ഇന്ന ആമന്ന ബി റബ്ബിന ലിയഗ്ഫിർ ലനാ ഖതായാന എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുകയായിരുന്നു. അള്ളാഹ് ഞങ്ങൾക്ക് പുറത്തു തരും, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അവർക്കൊക്കെ ഈമാൻ അത്ര പ്രധാനമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതം ഇത് കേൾക്കുമ്പോൾ ഇത്തരം ഒരു സാഹചര്യം നമുക്കില്ല. നമ്മൾ ഈമാൻ സ്വീകരിച്ചതിൻ്റെ പേരിൽ നമ്മുടെ കൈകാലുകൾക്കൊന്നും പറ്റിയിട്ടില്ല, നമ്മുടെ ആരോഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല, നമ്മുടെ സമ്പത്ത് പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ഇതെല്ലാം അള്ളാഹു നമുക്ക് അനുഗ്രഹമായി അമ്നിനെയും നിർഭയത്വത്തെയും നൽകി. നമ്മുടെ നാട്ടിൽ ഈമാനോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്നിട്ടും ഇല്ലേ നമ്മുടെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ഇച്ഛകൾക്ക് വേണ്ടിയും ദീനിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അള്ളാഹിൻ്റെ കോടതിയിൽ എന്ത് മറുപടിയാണ് സഹോദരങ്ങളെ നമ്മൾ പറയാൻ നമുക്ക് സാധിക്കുക? ഒരു രാജാവ് ഒരു സമൂഹത്തെ ഒന്നടങ്കം ഇല്ലേ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, സൂറത്തുൽ ബുറൂജ്, ഖുത്തില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ്. ആ തീക്കുണ്ടാരത്തിൽ ഇരുന്ന് സാക്ഷികളായ സന്ദർഭമുണ്ട്. ആ തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചതിൻ്റെ പേരിൽ ഒരു കൂട്ടം ആളുകൾ അതിലേക്ക് ഇട്ട് കത്തിക്കരിയുന്നത് കത്തിക്കരിഞ്ഞു പോയ ഒരു സംഭവമുണ്ട്. അവർ ചെയ്ത തെറ്റെന്താണ്? അവരുടെ കാഴ്ചപ്പാടിൽ വമാ നഖമു മിൻഹും ഇല്ലാ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. സുസ്ഥിരനും അതുപോലെ തന്നെ പ്രതാപശാലിയുമായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിലാണ് അവരുടെ ജീവൻ പോലും ത്യജിക്കേണ്ടി വന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്. സഹോദരങ്ങളെ, ഇവിടെയൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ ജീവിച്ചങ്ങ് പോവുകയാണ് നമ്മൾ. നമ്മുടെ ഈമാന് വേണ്ടി എന്ത് ത്യാഗം നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഹിജ്റ നമുക്ക് വലിയ പാഠം നൽകുകയാണ്. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊരു കാര്യത്തിനും ജീവിതത്തിൽ ഒരു പ്ലാനിങ് ഉണ്ടാകണം എന്ന പാഠം ഹിജ്റ നൽകുന്നുണ്ട്. പ്രവാചകൻ്റെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ആ ചരിത്രം നോക്കുമ്പോൾ പ്രവാചകൻ അവസാനം സ്വഹാബിമാരൊക്കെ പോയി പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഹിജ്റ പോകുന്ന രംഗം നമുക്ക് കാണാം. എത്ര പ്ലാനിങ്ങോട് കൂടിയാണ് ഹിജ്റ നടന്നത്. റബീഉൽ അവ്വലിലാണ്, പക്ഷെ അതിൻ്റെ പ്ലാനിങ് മുഹറത്തിൽ 2 മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങി എന്നുള്ളതാണ്. ഓരോ പ്ലാനിങ്ങും എങ്ങനെ പോകണം, ഏതു വഴി പോകണം എന്നൊക്കെ വ്യക്തമായ പ്ലാനിങ് നടത്തിയ പ്രവാചകൻ്റെ ചരിത്ര ഹദീസുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. പ്രവാചകൻ ഏറ്റവും വലിയ കൂട്ടുകാരനാണ്, ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ വലിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 2 പേരും 2 യാത്രാവാഹനങ്ങൾ ഒരുക്കി നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു തമ്മിൽ എങ്ങനെ പോകണം, ഏത് വഴി പോയാൽ ശത്രുക്കൾ നമ്മളെ അപകടപ്പെടുത്തില്ല എന്ന് ചിന്തിക്കുന്നു, ആലോചിക്കുന്നു, ചർച്ച ചെയ്യുന്നു. എന്നിട്ട് മദീനയുടെ നേർഭാഗത്തേക്ക് യാത്ര പോകുന്നു. കാരണം ശത്രുക്കൾ എന്തായാലും മദീനയുടെ വഴികളിൽ അന്വേഷിക്കും. ആ അന്വേഷണം നിർത്തുമ്പോൾ നമുക്ക് മറ്റു വഴികളിലൂടെ പോകാമെന്ന പ്ലാനിങ് അവർ ചെയ്യുന്നു. എന്നിട്ടോ താൽക്കാലികമായ താവളമായി സൗർ ഗുഹയിൽ അവർ അഭയം കണ്ടെത്തുന്നു. ഏകദേശം 3 ദിവസം ആ സൗർ ഗുഹയിൽ താമസിക്കുന്നു. ആ ചരിത്രമൊക്കെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് 3 ദിവസം അന്വേഷണങ്ങളൊക്കെ അവസാനിക്കുന്ന സമയത്ത് പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മക്കളോട് ഭക്ഷണം കൊണ്ടുവരാനും ശത്രുക്കളുടെ വിവരമറിയിക്കുവാനുമൊക്കെ ഉള്ള കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്നു. അതുപോലെ തന്നെ ആമിർ ബിൻ ഫുഹൈറയെ പോലെയുള്ള കാൽപ്പാടുകൾ നോക്കി ശത്രുക്കളെ മനസ്സിലാക്കാൻ അഗ്രഗണ്യരായ മുശ്രിക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു, ആ കാൽപ്പാടുകളെ മായ്ക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെടുന്നു. ചില ആളുകളെ മദീനയിലെ അപരിചിതമായ ഊടുവഴികളെക്കുറിച്ച് കൃത്യമായി അറിയുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന ജൂതനോട് സഹായം ചോദിക്കുന്നു. ഇങ്ങനെ തുടങ്ങി ധാരാളം പ്ലാനിങ് ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. ഇതൊന്നും നമുക്ക് പഠിക്കേണ്ട ഒരു പാടുണ്ട്. എന്തൊരു കാര്യം ചെയ്താലും അത് നമ്മുടെ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണെങ്കിലും, നമ്മുടെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടെങ്കിലും, അതൊരു ഇസ്ലാമികമായ പ്രവർത്തനങ്ങളാകട്ടെ, ദീനി ദഅവത്ത് നടത്തുമ്പോഴും, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമാണെങ്കിലും, നമ്മുടെ കച്ചവടമാണെങ്കിലും എല്ലാത്തിലും കൃത്യമായി എല്ലാം വരുന്നിടത്ത് വെച്ച് വരട്ടെ എന്നും പറഞ്ഞ് ഒരു ലക്ഷ്യവും ഒരു ബോധ്യവുമില്ലാതെ എടുത്തുചാടി പോകുന്നൊരു രീതിയല്ല ഇസ്ലാമികമായിട്ടുള്ളത് എന്നുകൂടി നമ്മൾ പഠിക്കണം. എല്ലാത്തിനും പ്ലാനിങ്ങും ലക്ഷ്യവും അതുപോലെ തന്നെ കൃത്യമായ അജണ്ടകളും ഉണ്ടായിരിക്കണം എന്ന പാഠം ഇതിലൂടെ നമുക്ക് പഠിപ്പിക്കുകയാണ്. ഒരു വിശ്വാസി എടുത്തു ചാടുന്നവനല്ല, ഒരു വിശ്വാസി തയ്യാറെടുപ്പില്ലാതെ എന്തിലും ചാടിപ്പോകുന്നവനല്ല.
ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. വൈകാരികമായ ഇടപെടലല്ല, വികാരത്തോടുകൂടി ബുദ്ധിയോടുകൂടിയാണ് ഏതൊരു കാര്യത്തെയും സമീപിക്കേണ്ടത് എന്നതാണ് വലിയ പാഠം. നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ നേതാക്കന്മാരുമൊക്കെ ഇത്തരം ഒരു നാട്ടിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല നിലക്കുള്ള പ്രതിസന്ധികൾ നമ്മളിലേക്ക് വരും. ഏക സിവിൽ കോഡ് പോലെ മറ്റു പല പ്രശ്നങ്ങൾ പോലെ രാഷ്ട്രീയമായ പല പ്രശ്നങ്ങളും മുസ്ലിം സമൂഹത്തിൻ്റെ നേരെ ഏത് നിമിഷവും മുസ്ലിം സമൂഹത്തെ വേദനിപ്പിക്കുവാനും അവരെ തകർക്കുവാനുമുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടുകളിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങളിലൊക്കെ വൈകാരികമായ ഇടപെടലുകൾക്കപ്പുറത്ത് വളരെ വിവേകത്തോടു കൂടിയുള്ള ഇടപെടലുകളാണ് വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് എന്ന പാഠമാണ് ഈ ഹിജ്റ നമുക്ക് നൽകുന്നത്. അതോടൊപ്പം ആ പ്രവാചകൻ്റെയും ആ സഹാബത്തിൻ്റെയും യാത്ര നമ്മൾ പരിശോധിക്കൂ. അവരുടെ മനസ്സിൽ യാതൊരു ഭൗതികമായ നേട്ടങ്ങളും ഒരിച്ഛകളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പൂർണ്ണമായ ഇഖ്ലാസോടു കൂടിയുള്ള യാത്ര എന്ന് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും അടയാളപ്പെടുത്തിയ യാത്രയാണ് ഹിജ്റ എന്ന് പറയുന്നത്. വമൻ അറാദൽ ആഖിറ, അവരുടെ ലക്ഷ്യം പരലോകമാണ്. വസആലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ, മുഅ്മിനായിക്കൊണ്ട് ആരെങ്കിലും പരലോകം ലക്ഷ്യം കൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉലൈക കാന സഅയുഹും മഷ്കൂറ, അത് അല്ലാഹു സ്വീകരിക്കും, അതിനുള്ള പ്രതിഫലം അല്ലാഹു നൽകുമെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ എന്ത് ചെയ്താലും ഭൗതികമായ നേട്ടങ്ങളോ സ്ഥാനമാനങ്ങളോ ചെയ്തുകൊണ്ട് ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കില്ല എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിയ്യത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ആരെങ്കിലും ഹിജ്റ അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണെങ്കിൽ, അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രവാചകൻ്റെ ശരീരയും മുറുകെ പിടിച്ചുകൊണ്ടാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ ഹിജ്റ വഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവൻ്റെ ഹിജ്റ അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ്. വമൻ കാനത്ത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹ, ദുനിയാവിൻ്റെ ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ, ദുനിയാവിൻ്റെ താല്പര്യമാണ് അവൻ്റെ മനസ്സിലെങ്കിൽ, അവിംറഅത്തിൻ യൻകിഹുഹ, ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാനാണെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ, അവൻ ഉദ്ദേശിക്കുന്നിടത്തോട്ടായിരിക്കും ആ ഹിജ്റ ഉണ്ടാവുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ് സഹോദരങ്ങളെ, ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ പല ഗ്രന്ഥങ്ങളിലെയും ഒന്നാമത്തെ ഹദീസ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഹിജ്റ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ പലതും നമുക്ക് കാണാൻ കഴിയും. പല കോഷ്ടികളും പല പ്രവർത്തനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഇല്ലേ? എത്രയോ ആളുകൾ ഇല്ലേ അജ്മീറിലേക്ക് നടന്നു പോകുന്നു, അതുപോലെ തന്നെ ഭീമാപ്പള്ളിയിലേക്ക് സൈക്കിളിൽ പോകുന്നു. അതിങ്ങനെ ഇന്ന് സോഷ്യൽ മീഡിയ കാലഘട്ടമാണല്ലോ, ഫെയിമാണല്ലോ എല്ലാവർക്കും വേണ്ടത്, സബ്സ്ക്രൈബിനെയാണല്ലോ വേണ്ടത്, കൂടുതൽ വ്യൂവേഴ്സ് ആണല്ലോ എല്ലാവർക്കും വേണ്ടത്, അതിൽ നിന്ന് സാമ്പത്തിക ലാഭവും ഉണ്ടല്ലോ. അതുകൊണ്ട് മക്കയിലേക്ക് നടന്നു പോകുന്നു, മദീനയിലേക്ക് നടന്നു പോകുന്നു, ഫലസ്തീനിലേക്ക് നടന്നു പോകുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൽ കുറേ സബ്സ്ക്രൈബിനെ ഉണ്ടാക്കാനും, ഇങ്ങനെ ഭൗതിക ലക്ഷ്യം ആരെങ്കിലും അവരുടെ ഉദ്ദേശമാണെങ്കിൽ അതവർക്ക് നടക്കും എന്നല്ലാതെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയോ റസൂലിൻ്റെ ചര്യയോ അല്ല അത്. മറിച്ച് അവൻ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിയായിരിക്കണം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും, അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കൂല. വലാ ഇലാ സുവരിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ രൂപത്തിലേക്കല്ല അല്ലാഹു നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ രൂപങ്ങളുമെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ളതായിരിക്കണം. അള്ളാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അവൻ്റെ ഹൃദയത്തിലെ തഖ്വയും അവൻ്റെ ഹൃദയത്തിലെ ഇഖ്ലാസും പ്രകടനപരതയില്ലാത്ത പ്രവർത്തനങ്ങളുമാണ്. എത്ര നന്നായി നമസ്കരിച്ചാലും അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവൻ്റെ ഉള്ള ഇബാദത്തുകൾ കൂടി ബാത്തിലായി പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വെടിയാനുള്ളൊരു മനസ്സ് അവർക്കുണ്ടായിരുന്നു. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ അവർ ഹിജ്റ പോയവരാണ്. അവർ വെടിഞ്ഞത് എന്തൊക്കെയാണ് സഹോദരങ്ങളെ? മദീനയിലേക്ക് പോയ സഹാബിമാരെ ഇങ്ങനെ ഒരു വരിയായിട്ട് ഇങ്ങനെ ഒരു സഫിൽ ഇങ്ങനെ നിർത്തിയാൽ അവർക്ക് കൈയില്ലാത്തവരുണ്ട്, കാലില്ലാത്തവരുണ്ട്, അവരുടെ മൂക്ക് പോലും വിച്ഛേദിക്കപ്പെട്ടവരുണ്ട്, അതുപോലെ ചെവിയില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ കുടുംബത്തെ ഉപേക്ഷിച്ച് വരേണ്ടതുണ്ട്. അതുവരെ സമ്പാദിച്ച സമ്പത്തുക്കളെല്ലാം മക്കയിൽ ഉപേക്ഷിച്ച് മദീനയിലേക്ക് വരേണ്ടി വന്നവരുണ്ട്. ഇതൊക്കെ സഹിച്ചത് എന്തിനാണെന്നറിയോ? അവരെല്ലാം സഹിച്ചത് അവരുടെ ദീന് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ്. അവർക്ക് അല്ലാഹു അനുവദിച്ചത് പോലും അവർ വെടിഞ്ഞു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അത് നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കണം. മുഹാജിർ വെടിഞ്ഞത് അവരുടെ വീട് അള്ളാഹ് അനുവദിച്ചു കൊടുത്തതാണ്, അവരുടെ മാതാപിതാക്കൾ അള്ളാഹ് അനുവദിച്ചു കൊടുത്തതാണ്, അവരുടെ കച്ചവടം അള്ളാഹ് അനുവദിച്ചു കൊടുത്തതാണ്, അവരുടെ പ്രിയപ്പെട്ട ഇണകൾ, അവരുടെ മക്കൾ അള്ളാഹു അവർക്ക് അനുവദിച്ചു കൊടുത്തതാണ്. ഇതെല്ലാം ഒഴിവാക്കി അവർ മദീനയിലേക്ക് പോകേണ്ടി വന്നത് എന്തിനാണ്? അവരുടെ ദീന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് നമ്മുടെ മക്കളെ ഉപേക്ഷിച്ച് നമുക്ക് പോകേണ്ടി വരുന്നില്ല, നമ്മുടെ വീട് ഉപേക്ഷിച്ച് നമ്മൾ പോകേണ്ടി വരുന്നില്ല. ഇന്ന് നമ്മൾ അതുപോലെ തന്നെ നമുക്ക് അള്ളാഹു അനുവദിച്ച് തന്ന ഒന്നും ഉപേക്ഷിക്കേണ്ടി വരുന്നില്ല. ഇതെല്ലാം അനുഭവിച്ചും ആസ്വദിച്ചുമാണ് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത്. പിന്നെ അള്ളാഹു നമുക്കും മുഹാജിറാവാൻ കഴിയും. അത് ഈ നാട് വിട്ടുപോകലല്ല, മറിച്ച് എങ്ങനെയാണ് മുഹാജിറാവാൻ കഴിയേണ്ടത്? അള്ളാഹ് ഹറാമാണെന്ന് പറഞ്ഞ സിനിമ നമ്മൾ ഉപേക്ഷിക്കണം, അള്ളാഹ് ഹറാമാണെന്ന് പറഞ്ഞ സീരിയൽ നമ്മൾ ഉപേക്ഷിക്കണം,
അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ കളവ് നമ്മൾ ഉപേക്ഷിക്കണം. ഏഷണി അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉപേക്ഷിക്കണം. പരദൂഷണം ഉപേക്ഷിക്കണം, മോഷണം ഉപേക്ഷിക്കണം. വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത്തരം വീഡിയോകളും അത്തരം ഇടങ്ങളും നമ്മൾ ഉപേക്ഷിക്കണം. പകയും വിദ്വേഷവും വെറുപ്പും, അതുപോലെ ചെറുതും വലുതുമായ ശിർക്കും ബിദ്അത്തുകളും കുഫറുകളും, ഇതുപോലെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കുക. അങ്ങനെ ഒരു മുഹാജിറാകാൻ നമുക്ക് കഴിയണം. ഇതൊക്കെ അള്ളാഹ് ഹറാമാക്കിയാണ്, ഇതെന്തായാലും ഉപേക്ഷിക്കേണ്ടതാണ്. അള്ളാഹ് അനുവദിച്ചതുപോലും ഉപേക്ഷിക്കേണ്ട വരാത്തൊരു സാഹചര്യത്തിൽ അള്ളാഹു ഹറാമാക്കിയെന്ന് ഹിജറ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ ഈ മുഹറവും ഈ ഹിജറ കൊണ്ടുമൊക്കെ എന്ത് പാഠമാണ് പ്രിയമുള്ളവരെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, അവൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ നാവിൽ നിന്നും മറ്റുള്ളവർ സംരക്ഷിതരായിരിക്കണം. മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, അള്ളാഹു വിരോധിച്ചത് അതവൻ ഉപേക്ഷിക്കണം. അതാണ് യഥാർത്ഥ മുഹാജിർ എന്ന് പറയുന്നത്. ആ ഒരു മുഹാജിറാകാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ സഹാബത്ത് ദീനിനെ നിലനിർത്തിയത് ജീവിത സാഹചര്യങ്ങളുമായി പടപൊരുതിയിട്ടാണ്. ആ സ്വഹാബത്ത് ദീനിനെ നിലനിർത്തിയത് അവരുടെ ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് നടന്നത് അവർക്ക് അനുവദിക്കപ്പെട്ട പലതും ത്യജിച്ചുകൊണ്ടാണ്, വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു നിലക്ക് മുന്നോട്ട് പോകണം. മുസ്ലിം കുടുംബത്തിൽ പിറന്നതിൻ്റെ പേരിൽ മാത്രം മുസ്ലിമായി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അള്ളാഹു നൽകിയ ആദർശവും തൗഹീദും മുറുകെ പിടിച്ച് അതിലൊരു അഭിമാനം കൊള്ളാൻ എത്ര ആളുകൾക്ക് ഞാനൊരു മുസ്ലിമാണെന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ ധൈര്യമായി പറയുവാനും അതിൻ്റെ ഷിആറുകൾ ജീവിതത്തിൽ അവൻ്റെ ശരീരത്തിൽ അടയാളപ്പെടുത്തി, നെരിയാണിയുടെ മുകളിലെ പാൻ്റാണെങ്കിലും അതുപോലെ ഒരു കല്യാണ വീട്ടിലാണെങ്കിലും ഞാൻ ഇസ്ലാം അനുസരിച്ച് മുന്നോട്ട് പോകുള്ളൂ, ഒരു ഹറാമിനും എന്നെ കിട്ടില്ല എന്നുറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യമുള്ള എത്ര ആളുകൾ ഞാൻ ഉൾപ്പെടെ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് നമുക്കറിയണം. ഇന്നത്തെ യുവതലമുറ അങ്ങനെയല്ല. പുച്ഛമനോവോ, ഇസ്ലാമിനോട് പുച്ഛമനോവോ, ഇസ്ലാമിൻ്റെ ആചാരങ്ങളോട് പുച്ഛമനോവോ, ഇസ്ലാമിൻ്റെ വിശ്വാസത്തോട് പുച്ഛമനോവോ, ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ പോലും ഇസ്ലാമിൻ്റെ ഒരു കർമ്മത്തെ, പ്രവാചകൻ്റെ ഒരു സുന്നത്തെ എടുത്തു പറയാൻ സാധിക്കാത്ത വിധത്തിൽ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ പോകുന്നത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ, ഒരു 10 രൂപ അള്ളാൻ്റെ മാർഗ്ഗത്തിൽ കൊടുത്താൽ ഞാനെന്തോ വലുത് ചെയ്തു എന്നുള്ള തോന്നലാണ് അത്തരം ആളുകൾക്ക് തോന്നുന്നത്. എന്ത് ത്യാഗനിർഭരമായ കർമ്മങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നാളെ പരലോകത്തേക്ക് ചെല്ലുമ്പോൾ റബ്ബിൻ്റെ മുന്നിൽ എടുത്തു വെക്കാനുള്ളത് എന്ന് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞൊരു ഹദീസുണ്ടല്ലോ, എപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഹദീസുണ്ടല്ലോ, ചപ്പു ചവർ ചണ്ടികളെ പോലെ. അത്തരം ആ പ്രവാചകൻ്റെ ഹദീസ് വളരെ വ്യക്തമായി പ്രകടമായ ഒരു ആധുനിക കാലഘട്ടത്തിലൂടെയാണ്, വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്ന് ഇന്നത്തെ സമൂഹത്തെ, ഇന്നത്തെ യുവതലമുറകളെ കണ്ടാൽ നമുക്ക് തോന്നിപ്പോകും. ഇല്ലേ, ശത്രുക്കൾ അവരുടെ നഖം ഉപയോഗിച്ച്, അവരുടെ പല്ലുപയോഗിച്ച് ഇസ്ലാമിനെ കാർന്നു തിന്നാൻ വരുമ്പോൾ അതിനെതിരെ തല ഉയർത്തി നിന്നുകൊണ്ട് ഒരക്രമികൾക്കും തകർക്കാൻ കഴിയാത്ത ആദർശമാണ് എൻ്റെ ആദർശമെന്ന് നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെതിരെ പ്രതിരോധിക്കാനും അതിന് മറുപടി കൊടുക്കാനും കഴിവുള്ള എത്ര ചെറുപ്പക്കാർ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട് എന്നതുകൂടി നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അള്ളാഹിൻ്റെ കോടതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് പറയാനുണ്ടാകണം. പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും ജീവിതത്തിൽ നിത്യേന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ പോലും എത്ര ആളുകൾ പ്രാർത്ഥിക്കും. ഇന്നത്തെ പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ എത്ര ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഞാനും എന്നോട് ചോദിക്കുക, നിങ്ങളോട് ചോദിക്കുക. കുറ്റപ്പെടുത്താനോ അതെങ്കിൽ ആരെങ്കിലും മോശമാക്കാനോ പറയുന്നതല്ല, ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കാനാണ്. നമ്മൾ ഇന്നത്തെ രാവിലത്തെ പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ നിർവഹിച്ച എത്ര പേരുണ്ട്? അതുപോലും പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നു പോകുന്നുവെങ്കിൽ, അലസത കാണിക്കുന്നുവെങ്കിൽ ദീനിനോടുള്ള നമ്മുടെ കൂറും ദീനിനോടുള്ള നമ്മുടെ താല്പര്യവും എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രാർത്ഥന ആ സ്വഹാബത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും ഉണ്ടായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ. അള്ളാഹുവേ, ലോകത്തിൻ്റെ രക്ഷിതാവേ, ഈ സത്യത്തിൻ്റെ പ്രവേശന മാർഗത്തിലൂടെ നീ എന്നെ പ്രവേശിപ്പിക്കുകയും സത്യത്തിൻ്റെ ബഹിർഗമന മാർഗത്തിലൂടെ നിൻ്റെ പക്കൽ നിന്നുള്ള എല്ലാ സഹായവും എനിക്ക് നൽകുകയും അതുപോലെ തന്നെ ആധികാരിക ശക്തിയെ നീ എനിക്ക് ഏർപ്പെടുത്തുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന അവിടെ പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ, ഒരു പരീക്ഷ വരുമ്പോൾ പ്രാർത്ഥിക്കണം, നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം, വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കണം. പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട്. അല്ലാതെ ഏതാവശ്യം വന്നാലും, എന്താവശ്യം, ഒരു ചെറുപ്പിൻ്റെ വാറ് വെട്ടിയാൽ പോലും, കാലൊന്ന് വേദനിച്ചാൽ പോലും, തലവേദന വന്നാൽ പോലും, ജീവിതത്തിൽ പ്രയാസം വന്നാൽ പോലും, എന്ത് കാര്യം ഉണ്ടെങ്കിൽ വാഹനത്തിൽ കയറുമ്പോഴും ബാത്റൂമിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും പ്രാർത്ഥനകളും റബ്ബിനെക്കുറിച്ചുള്ള സ്മരണകളുമായി മുന്നോട്ട് പോകുന്നൊരു വിശ്വാസിയായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത്തരം വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്.
സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്കറിയാം, ഒരു അപകടത്തിന് സാധ്യതയുള്ള ഒരു വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? അവിടെ ജാഗ്രത പാലിക്കും. ഒരു ഉയർന്ന സ്ഥലത്തുകൂടെ താഴെ കൊക്കയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പോവുക? അലസമായി പോകാറില്ല, വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും. അവിടെ പല ബോർഡുകൾ ഉണ്ടാകും, വാണിംഗ് ബോർഡുകൾ ഉണ്ടാകും, അത് പരിഗണിച്ചാണ് പോവുക. തിരക്കുള്ളൊരു അങ്ങാടിയിലൂടെയാണ് നമ്മൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ നമ്മൾ 60-70 പോകില്ല, അവിടെ വളരെ ശ്രദ്ധിച്ചാണ് പോവുക. കാരണം അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം. ഇതുപോലെ തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളെല്ലാവരും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാലത്ത്, നമ്മൾ ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ആലോചിച്ചും ഏത് നിമിഷവും സഞ്ചരിക്കേണ്ടവനാണ് ഒരു വിശ്വാസി. കാരണം എല്ലാ നിലക്കുള്ള തെറ്റുകളും അക്രമങ്ങളും അനീതികളും എല്ലാം നടക്കുന്ന ഒരു ലോകത്തേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. വളരെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് സ്വർഗം ലഭിക്കുകയും നരകത്തിൽ നിന്ന് മോചിതമാകാനും സാധിക്കുകയുള്ളൂ. അദ്ദുനിയാ സുജ്നുൽ മുഅ്മിൻ വൽ ജന്നത്തുൽ കാഫിർ. കാഫിറിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് സ്വർഗമാണ്. അവൻ എങ്ങനെ ജീവിക്കാം? എന്തും കാണാം, എന്തും കേൾക്കാം, അല്ലേ? എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാം. അങ്ങനെയല്ല ഒരു മുഅ്മിൻ. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ജയിലാണ്. അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ നടക്കണം, എല്ലാ മാന്യതയും പാലിച്ചുകൊണ്ട് നടക്കണം, സത്യസന്ധനാകണം, കള്ളം പറയാൻ പാടില്ല, ഹറാമ് കാണാൻ പാടില്ല, ഇങ്ങനെയുള്ള എല്ലാ നയങ്ങളും. ഇവിടെ ഒരു ജയിലാണ്, പക്ഷേ അവനോ പരലോകത്ത് സ്വർഗ്ഗമായിരിക്കും, കാഫിറിനോ പരലോകത്ത് നരകമായിരിക്കും. ഈ ഒരു ഹദീസ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് വിശ്വാസികളെന്ന നിലക്ക് ഏതൊരു കാര്യത്തെയും സമീപിക്കേണ്ടത്. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയും പരലോക ചിന്തയും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കുക. രണ്ടാമത്തത്, നരകത്തിലേക്ക് അടുപ്പിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് അകറ്റുന്നതുമായ പ്രവർത്തനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടോ എന്നൊരു ഓർമ്മ നമുക്കുണ്ടാകണം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നേടിയെടുത്ത കർമ്മങ്ങൾ നമ്മുടെ അക്കൗണ്ടിലുള്ളത് അത് നഷ്ടപ്പെട്ടു പോകുന്ന, ദുർബലമായി പോകുന്ന, അല്ലെങ്കിൽ തകർന്നു പോകുന്ന, നശിച്ചു പോകുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ ഈ ലോകം, ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഈ ഒരു മാസങ്ങളിൽ കളിയിലേക്ക് ശ്രദ്ധ തിരിച്ചൊരു സമയത്താണ് നമ്മളുള്ളത്. വേൾഡ് കപ്പ് നടക്കുകയാണ്. അമേരിക്കയിലും മെക്സിക്കോയിലുമൊക്കെ ആയിട്ടുള്ള ആ ഒരു വേൾഡ് കപ്പ് ഇങ്ങനെ അരങ്ങ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കളികൾ, ആദ്യ റൗണ്ട് കളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ മത്സരം കാണുന്നതോ അത് കളിക്കുന്നതോ ഒന്നും ഇസ്ലാമികമായി തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. അതൊരു പുണ്യകരമായ കാര്യവുമല്ല, അതൊരു മുബാഹായ കാര്യമാണ്. മുബാഹ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ വിധി എന്ന് പറഞ്ഞാൽ അനുവദനീയ. നമ്മളൊരു ചായ കുടിക്കുന്നത് പോലെ ഉള്ളൂ. ചായ കുടിക്കുന്നത് പുണ്യമില്ല, ചെയ്യാൻ പാടില്ല എന്നുമില്ല, ചെയ്യാം, പക്ഷേ അതിന് പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ലാത്ത അത്തരം ഒരു കാര്യമാണ് ഫുട്ബോൾ. അത് ആരോഗ്യത്തിന് നമുക്ക് ഉപകാരമുണ്ടെങ്കിൽ കളിക്കുകയും ചെയ്യാം, കാണുകയും ചെയ്യും. നമ്മളൊക്കെ അത് ചെയ്യുന്ന ആളുകളുമാണ്. പക്ഷേ ഇത് പ്രശ്നമാകുന്നത് എപ്പോഴാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. കേവല സന്തോഷത്തിനപ്പുറത്ത് ഇതൊരു ലഹരിയായി മാറുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ദീനിനേക്കാൾ പ്രാധാന്യമുള്ള അവസ്ഥയായി മാറുക പല കുട്ടികൾക്കും ഇന്ന് അങ്ങനെയാണ്. നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തുക. പ്രത്യേകിച്ച് അമേരിക്കയിലാണ് കളി എന്നതുകൊണ്ട് അവിടെ രാത്രിയാണ്. ഇവിടെ നമുക്ക് രാത്രിയിലാണ് കളി നടക്കുക. 3 മണിക്കും 2 മണിക്കും 12 മണിക്കും ഒക്കെയാണ് പലപ്പോഴും കളിയുടെ ആ ഷെഡ്യൂൾ, അതിൻ്റെ ഫിക്സർ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ഉറക്കമൊഴിക്കുന്നു, അതുപോലെ ഉറങ്ങാതിരിക്കുന്നു, അലാറം വെച്ച് ആ സമയത്ത് എണീക്കുന്നു. ദീനിനേക്കാൾ പ്രാധാന്യം അതിന് കൊടുക്കുന്നൊരു സാഹചര്യം വരിക, സമയം അതിനു വേണ്ടി മാറ്റിവെച്ച് സമയം നഷ്ടപ്പെടുത്തുക. അവരവരുടെ ബാധ്യതകൾ, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ്റെ ബാധ്യത, അവൻ്റെ കുടുംബത്തോട്, അവൻ്റെ ദീനിനോട്, അള്ളാഹുവിനോടൊക്കെയുള്ള ബാധ്യതകൾ മറന്നു പോവുക. ഇത്തരം കാര്യങ്ങൾ വിസ്മരിക്കപ്പെടുക. ഇത്തരം അവസ്ഥയിൽ വരുന്നുണ്ടോ എന്ന ഒരു ആത്മപരിശോധന സഹോദരങ്ങൾ ഈ കളി കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ഇല്ലെങ്കിൽ അനേകം അപകടങ്ങൾ വരാനുണ്ട്. വമിനന്നാസി മയ്യസ്തരി ലഹ്വൽ ഹദീസ്. ഇത്തരം വിനോദ വർത്തമാനങ്ങളെ വിലക്ക് വാങ്ങുന്ന ചിലരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അദാബും മുഹീൻ, വലിയ ശിക്ഷയാണ് അവർക്ക് പരലോകത്തുള്ളത് എന്നാണ്. അത് എങ്ങനെയാണ് ആകുന്നത്? ആ ലഹുൽ ഹദീസിനെ പണ്ഡിതന്മാർ, ഇമാം ഖത്താദ റഹിമഹുള്ളയെ പോലെയുള്ളവർ വിശദീകരിക്കുന്നത്, വമാ യദ്ദുറുഹു വലാ യൻഫഉഹു, ഉപകാരത്തെക്കാൾ ഏറെ ഉപദ്രവം ചെയ്യുന്ന ചില വിനോദങ്ങളുണ്ട്. ആ വിനോദങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ അതിൽ അപകടങ്ങളാണ്. ആ അപകടങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ സ്മരണ നഷ്ടപ്പെടുക എന്നതാണ്. നിസ്കാരം നഷ്ടപ്പെടുത്തുക. അലാറം വെച്ച് കളി കാണും, സുബൈക്ക് പള്ളിയിൽ വരില്ല. അതുപോലെ തന്നെ അല്ലാത്ത സമയത്ത് സുബൈസ്കരിക്കില്ല, പക്ഷേ കളിക്ക് വേണ്ടി ഉറക്കമൊഴിക്കുകയും ആ നമസ്കാര സമയത്തുള്ള കളി പോലും കാണുന്ന അവസ്ഥ. നോക്കൂ, എത്ര അപകടകരமான അവസ്ഥയാണ്. സമയനിഷ്ഠ പാലിക്കാതിരിക്കുക, ഖുർആൻ പാരായണം ഒഴിവാക്കുക, ദീനിൻ്റെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇത്തരം അവസ്ഥകൾ വളരെ അപകടമാണ്. അതുപോലെ തന്നെ അമിതമായ ആസക്തി കളിയോടുണ്ടാവുകയും
വളരെ വിലപ്പെട്ട ഒരു വർഷം നമ്മളിന്ന് കടന്നുപോയി. അടുത്തൊരു വർഷം വന്നു. അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് അടുക്കാനുള്ള സമയങ്ങളാണ് അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയം നഷ്ടപ്പെടുത്തുക എന്നത് വളരെ അപകടകരമായ ആയുസ്സിനെ പാഴാക്കി കളയുക. കളിയെ കാണുക മാത്രമല്ല, അതിനെക്കുറിച്ച് പിന്നെ ഞാൻ അനലൈസ് ചെയ്യുകയാണ് ഗ്രൂപ്പുകളിലൊക്കെ. ആ പ്ലെയർ എന്തുകൊണ്ട് പാസ് കൊടുത്തില്ല, ഈ പ്ലെയർ എന്തുകൊണ്ട് അടിച്ചില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ സമയത്തെ വെറുതെ നഷ്ടപ്പെടുത്തുന്നൊരവസ്ഥ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ ഒരുമിച്ചിരുന്ന് കളി കാണുന്ന സ്ഥലങ്ങളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ കാര്യമാണ്. ഇത് അപകടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനേക്കാൾ അപകടകരമായ ഒരു കാര്യമാണ് താരാരാധന എന്ന് പറഞ്ഞാൽ. നമ്മുടെ ചെറിയ മക്കൾ പോലും ഇന്ന് നെയ്മർ ഫാൻസ്, മെസ്സി ഫാൻസ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫാൻസ് എന്ന് പറഞ്ഞ ഒരു ഫാൻസ് അസോസിയേഷനായി മാറുക. അവരെ ഇങ്ങനെ ആരാധിക്കുക. അള്ളാഹിൻ്റെ റസൂലിനോടുള്ള സ്നേഹത്തേക്കാൾ അവരെ സ്നേഹിക്കുകയും അവരെ ഓർക്കുകയും അതിങ്ങനെ നിങ്ങൾ അയച്ചു നോക്കുക. ഈ വേൾഡ് കപ്പ് കഴിയുമ്പോൾ കുറേ ആളുകളുടെ മുടിയുടെ സ്റ്റൈലൊക്കെ മാറും. ആ ഏതെങ്കിലുമൊക്കെ പ്ലെയറിൻ്റെ മുടിയുടെ സ്റ്റൈലിലേക്ക് മാറുക, അവരുടെ രീതിയിലേക്ക് മാറുക. ഇങ്ങനെ താരാരാധന വരുന്നൊരവസ്ഥ എത്ര അപകടകരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിരോധിച്ചൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം പണം, വലിയ കട്ടൗട്ടുകളും വലിയ ഫ്ലെക്സുകളുമൊക്കെ അതിങ്ങനെ 70 അടി ഒരു ഫാൻസ് വെച്ചാൽ മറ്റേ ഫാൻസ് 100 വെക്കും. അതിങ്ങനെ 500ഉം 700ഉം അടിയായി ഫീറ്റ് ആയി മാറുകയാണ്. മലപ്പുറത്തൊക്കെ അങ്ങനെ മത്സരിച്ച് വെക്കുകയാണ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, എത്ര ലക്ഷം രൂപയാണ് അതിനു വേണ്ടി പൊടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കുക. എത്ര വലിയ ദൂർത്താണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. വലാ തുബദ്ദിർ തബ്ദീറ. പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവം പറഞ്ഞു. ഖാനു ഇഖ്വാന ശയാത്തീൻ. പിശാചിൻ്റെ കൂട്ടാളികളാണ് ഇങ്ങനെ പണത്തെ അനാവശ്യമായി ദൂർത്തടിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അള്ളാഹിൻ്റെ ഭവനത്തിന് വേണ്ടി, അവൻ്റെ ബക്കറ്റിലേക്ക്, അള്ളാഹിൻ്റെ പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഒരു 100 രൂപ ഇടാൻ മടി കാണിക്കുന്നവനാണ് 1000ഉം 2000ഉം 5000ഉം ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് വേണ്ടി, അവിടുത്തെ കളിക്കാർക്ക് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്നറിയാം. അത് മാത്രമല്ല, ആ കളിക്കാരുടെ ഫോട്ടോ അല്ല ഇപ്പോൾ വെക്കുക. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരുടെയും കുട്ടികളുടെയും ഫോട്ടോ ആണ് അവരുടെ ജേഴ്സി ഇട്ടിട്ട് ഫ്ലെക്സിൽ കാണുന്നത്, ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ പോലും എന്തൊരു വൃത്തികേടാണ് ഇതൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് സഹോദരൻ. എന്തു പറ്റി നമ്മുടെ സമൂഹത്തിന്? അത്തരത്തിലുള്ള അപജയങ്ങളിലേക്ക് ഓരോ വർഷം കഴിയുമ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥ. മാത്രമല്ല, ശബ്ദ കോലാഹലങ്ങൾ, ആർപ്പുവിളികൾ, ഹട്ടഹാസങ്ങൾ, പരിഹാസങ്ങൾ, മറ്റുള്ള ഫാൻസിനെ അവഹേളിക്കൽ, അതിങ്ങനെ സോഷ്യൽ മീഡിയകളിൽ വീഡിയോ ആയി പിടിച്ചിട്ടിട്ട് അതിങ്ങനെ അത്തരം പ്രചരണ പ്രവർത്തനങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തിൻ നബി. അള്ളാഹു വിശ്വാസികളുടെ അവരുടെ ശബ്ദം അവർ ഉയർത്താൻ പാടില്ല, അവർ താഴ്ത്തി വിനയമുള്ളവരായിരിക്കണം എന്ന ഖുർആൻ്റെ പ്രഖ്യാപനമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ മറ്റുള്ളവരെ അപമാനിക്കരുത്, അതുപോലെ ഇരട്ടപ്പേര് വിളിക്കരുത്, അവരെ പരിഹസിക്കരുത്. ഇത് ഖുർആനിൻ്റെ, അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളാണെന്ന് മനസ്സിലാക്കാം. അതിനേക്കാൾ അപകടകരമായ ചില മേഖലകളിലേക്ക് കൂടെ പോകുന്നുണ്ട്. എന്താണെന്നറിയോ? ബെറ്റ് പോലുള്ള ആപ്പുകളിൽ ബെറ്റ് വെക്കുകയാണ്. ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാണ്, ആ ടീം ജയിക്കും, ഇത്ര ഗോളിന് ജയിക്കും, അതുകൊണ്ട് അങ്ങനെ ജയിച്ചാൽ നിനക്ക് ഇത്ര രൂപ തരാം. ഇങ്ങനെയുള്ള ബെറ്റിലേക്ക് പോലും പോകുന്നൊരവസ്ഥ, അതും അതിനേക്കാൾ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇസ്ലാം വളരെ വ്യക്തമായി നിരോധിച്ച കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. പിശാചിൻ്റെ പണിയാണ്. ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. അത് നിങ്ങൾ ഉപേക്ഷിക്കുക, നിങ്ങൾ വിജയികളായേക്കാം എന്നതാണ്. ശത്രുതയും അതൊക്കെ പിശാച് ഉണ്ടാക്കാനുള്ള ചില മാർഗ്ഗങ്ങളാണ്. വർഷത്തിൽ ഒരു കളിയല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷേ ഈ കളിയിലൂടെ ഇത്തരം അപകടങ്ങളാണ് നമ്മുടെ കുട്ടികളെയും സമൂഹത്തെയും ഒക്കെ ഇന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നമ യുരീദു ശൈത്വാനു അയ്യൂഖാ ബൈനകുമുൽ അദാബത്തു ബിൽ ബഅദാ. പരസ്പരം ശത്രുതയും പകയും. അതിൻ്റെ പേരിൽ സഹോദരങ്ങൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. ഏതോ ടീം തോറ്റതിൻ്റെ പേരിൽ തമ്മിൽ തർക്കമുണ്ടായി, തമ്മിലടിക്കുകയാണ് കൂട്ടുകാർ തമ്മിൽ, റോഡിൽ കിടന്ന് അടിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ വൈറലായി വന്നു. സഹോദരങ്ങൾ, ഇത്തരം അവസ്ഥകളും അതിലൂടെ ഉണ്ടാവുകയാണ്. വിശ്വാസി ഈ സമയത്തെടുക്കേണ്ട ഒരു നിലപാടുണ്ട്. വല്ലദീനഹും വിമുഅ്രിദൂൻ. അനാവശ്യ കാര്യം എന്നൊക്കെ മാറി നിൽക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. ഫുട്ബോൾ കളി ഹറാമാണെന്നോ ഫുട്ബോൾ കളി കാണണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് നമ്മൾ മനസ്സിലാക്കുക. കാണാം, പക്ഷേ ഇസ്ലാം പറഞ്ഞ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിക്കണം എന്നത് മനസ്സിലാക്കുക. അവസാനമായി നരകക്കാർ പറയുന്നൊരു കാര്യമുണ്ട്. വകുന്നാ നഖൂദു മഅൽ ഖായിളീൻ. അനാവശ്യങ്ങൾ മുഴുകുന്നവരോടൊപ്പം ഞങ്ങൾ മുഴുകാറുണ്ടായിരുന്നു എന്ന ഒരു വാക്ക് നരകവാസികൾ പറയുന്നത് ഖുർആൻ പറയുന്നുണ്ട്. ആ ഒരവസ്ഥ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാട്ടിലും ഉണ്ടാകരുത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വമാ ഹാദിഹിൽ ഹയാത്തി ദുനിയ. ദുനിയാവ് കളിയും വിനോദവുമാണ്. എന്താ യഥാർത്ഥത്തിൽ വഇന്നദ്ദാറൽ ആഖിറ, പരലോകമാണ് പ്രധാനം. ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പള്ളി പരിപാലന ഫണ്ടാണ്. എല്ലാവരും ഉദാരമായി സംഭാവനകൾ നൽകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇൻഷാ അള്ളാഹ് മദ്രസ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ പുതിയ കുട്ടികളെ ചേർക്കാനുള്ളവർ വേഗം ചേർക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു എല്ലാ രോഗങ്ങളിൽ നിന്നും ഷിഫാവുൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. പൂർണ്ണമായ ആഫിയത്ത് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അവരെയും നമ്മളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പശ്ചിമേഷ്യയിൽ പോലെയുള്ള രാജ്യങ്ങളിൽ പ്രയാസങ്ങളാണ്. അള്ളാഹുവെ എല്ലാ പ്രയാസങ്ങളും അവർക്ക് ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നിർഭയത്വം അള്ളാഹുവെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അതുപോലെ മറ്റൊരു കാര്യം, എല്ലാ ബുധനും ഞായറും ഇൻഷാ അല്ലാഹ് നമ്മൾ നടന്നു വരുന്ന ലേണ്ടി ഖുർആൻ ക്ലാസ്സുകൾ അത് കൃത്യമായി കേൾക്കുകയും അതോടൊപ്പം മമാനി ഉലവയുടെ ആ പഠന ഭാഗങ്ങൾ വായിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച നീറ്റ് എക്സാം ആണെന്ന് നമുക്കറിയാം. നമ്മുടെ കുട്ടികൾ പലരും അതിന് പങ്കെടുക്കുന്നുണ്ട്. അള്ളാഹു അവരുടെ പരീക്ഷകൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് മനോഹരമായി പരീക്ഷ എഴുതാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സ്വർഗ്ഗത്തിലേക്ക് നടന്നു നീങ്ങുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹുവെ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.